KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന UDF സർക്കാരിന്റെ തീരുമാനത്തെ എങ്ങനെ കാണും? സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിക്കും. യാത്രയ്ക്കുള്ള അവരുടെ സാമ്പത്തിക ഭാരം കുറയും. പൊതുഗതാഗത ഉപയോഗം വർദ്ധിക്കും. ഇക്കാരണങ്ങളാൽ ഒരു നല്ല സാമൂഹ്യക്ഷേമ നടപടിയായി ഇതിനെ വിലയിരുത്താം. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ: KSRTCക്ക് സാമ്പത്തിക ബാധ്യത കൂടും, സർക്കാർ സഹായിക്കേണ്ടി വരും, ധനബാധ്യത കൂടും. തീർച്ചയായും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടും, അതുണ്ടാക്കുന്ന സേവന ബാധ്യതകൾ കൂടും. സ്വകാര്യ ബസ് സർവീസ് മേഖലയെ കാര്യമായി ബാധിക്കും. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതി എന്ന വാദം ഉയർന്നു വന്നേക്കാം. പ്രായമായ സാധാരണക്കാരായ പുരുഷന്മാർക്ക് ഇല്ലാത്ത പരിഗണന ഉയർന്ന വരുമാനമുള്ളവരും ആരോഗ്യവതികളുമായ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന സാമൂഹ്യ വിഷയം ഉയർന്നു വരും. കേരളത്തിലാകെ KSRTCയുടെ 3125 ബസ്സുകളിലാണ് സൗജന്യ യാത്ര നൽകുക. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഇത്തരം ബസ്സുകളുടെ ആകെ എണ്ണം 98 ആണ്. ഓർക്കുക, KSRTCയുടെ എല്ലാ ബസ്സിലും എപ്പോഴും എത്ര ദൂരം വരെയും എന്നാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. സൗജന്യ യാത്ര കൊണ്ട് 2 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടാകും. പ്രതിമാസം 60 കോടി രൂപ സർക്കാർ നൽകുമെന്ന് പറയുന്നു. എവിടെ നിന്ന്? നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന പണമെടുത്ത്. സത്യത്തിൽ UDFന്റെ വലിയൊരു മണ്ടൻ തീരുമാനമാണ് സ്ത്രീകൾക്കായുള്ള ഇത്തരത്തിലുള്ള ഒരു സൗജന്യ യാത്രാ പദ്ധതി. സൗജന്യ യാത്ര നൽകേണ്ടത് യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ്? പ്രായമായവർ, ഭിന്നശേഷിക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, സ്ഥിര ചികിത്സയ്ക്ക് നിരന്തരം യാത്ര ചെയ്യേണ്ട രോഗികൾ, കുട്ടികൾ എന്നിവർക്കൊക്കെയാണ് മുൻഗണന നൽകുന്നുണ്ടെങ്കിൽ അത് ആദ്യം പരിഗണിക്കേണ്ട വിഭാഗം. അല്ലാതെ നല്ല ജോലിയുള്ള, സാമ്പത്തികമുള്ള, ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് ഈ ആനുകൂല്യം നൽകുന്നത് വിരോധാഭാസമാണ്. മാനദണ്ഡം നിലപാടിനെ സൂചിപ്പിക്കുന്നു. പറഞ്ഞു വന്നത്, സഹായം ആവശ്യമുള്ളത് അത് അർഹിക്കുന്നവർക്കാണ്, അല്ലാതെ സ്ത്രീകൾ എന്ന ഒറ്റ കാരണത്താൽ നൽകേണ്ട ഒന്നല്ല സർക്കാർ ആനുകൂല്യങ്ങൾ.